ഹലോ ഐഷാസ്. ഇപ്പം കുറച്ച് വർക്ക്സൊക്കെ ഞാൻ സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. സാധാരണ ഞാൻ ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് എൻ്റെ ജോലികളൊക്കെ ചെയ്യും. ഇപ്പം മോളുടെ എക്സാംസ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഞാൻ കുറച്ച് സ്ലോ ആണ് എൻ്റെ വർക്ക്സൊക്കെ. ഓർഡേഴ്സ് എടുത്തതുപോലും ഞാൻ കുറേയൊക്കെ ചെയ്തിട്ടില്ല, ഇനി വേണം ചെയ്യാൻ അതൊക്കെ. പണ്ടാണെങ്കിൽ, അതായത് ഈ എക്സാംസിൻ്റെ മുമ്പിലൊക്കെ ആണെങ്കിൽ ഞാൻ അത് നേരത്തെ ഡിസൈഡ് ചെയ്ത് വെച്ചേക്കും, ഇതൊക്കെ ഇന്ന് ചെയ്യണം, ഇത് ഇത്രയും ഇന്ന് ഫിനിഷ് ചെയ്യണം, അങ്ങനെയൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ വർക്ക്സിനെയൊക്കെ തുടങ്ങുന്നതും തീർക്കുന്നതും. മോറോവർ എനിക്ക് വന്നിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടൈം കിട്ടും. അതായത് 9 to 4 ഇല്ലെങ്കിൽ 9 to 5 എനിക്ക് എന്നും ഞാൻ അവൈലബിൾ ആണ് ഷോപ്പിൽ. ഇപ്പോൾ എക്സാമിൻ്റെ ടൈം ആയതുകൊണ്ട് ഞാൻ ഒട്ടും അവൈലബിൾ അല്ല. അതായത് രാവിലെ 8 മണിക്ക് 9 മണിക്ക് ഞാൻ ഷോപ്പിൽ വന്നാൽ പിന്നെ 1 മണിക്ക് അവളെ 1:30 അവളെ വിളിക്കാൻ പോകണം. വിളിച്ചിട്ട് അവളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഫുഡ് കൊടുക്കണം, പിന്നെ അവളൊന്ന് കാം ഡൗൺ ചെയ്യണം, പിന്നെ അത് കഴിഞ്ഞിട്ട് ട്യൂഷനുണ്ടാവും, പിന്നെ ഉടനെ ട്യൂഷൻ ഇറങ്ങണം. ട്യൂഷൻ ഇറങ്ങിയിട്ട് തിരിച്ച് വരുമ്പോൾ, അതായത് ഓൾമോസ്റ്റ് ഒരു കുറേ നേരം ആഫ്റ്റർ 1 o'clock ഞാൻ അവൈലബിളേ ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഷോപ്പിൽ വരുന്നത് 7 or 6:30 ഒക്കെയാണ്. ഇന്നും അത് തന്നെയാണ് സംഭവിച്ചത്. 1:30 ശേഷം ഞാൻ ബിസിയായി, പിന്നെ അവളുടെ കൂടെയായി, പിന്നെ അവളെ വിളിച്ചുകൊണ്ട് വരിക, പിന്നെ അവൾക്ക് ഇന്ന് മാത്സ് പാടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അവൾ ഭയങ്കര വിഷമമായതുകൊണ്ട് അവൾ ഉടനെ തന്നെ ഉറങ്ങി, ആഹാരം പോലും കഴിച്ചില്ല. അപ്പം ഞാൻ അടുത്ത് കിടന്ന് ഉറങ്ങി എണീറ്റൊക്കെ വന്ന് ഞാൻ ഷോപ്പ് വന്ന് കട തുറക്കുമ്പം ഓൾമോസ്റ്റ് 7 o'clock. അപ്പം ഇന്നും വലിയ പ്രൊഡക്ടിവിറ്റി ഒന്നും ഇല്ല. അപ്പം ഞാൻ എന്താ വിചാരിച്ച് വെച്ചേക്കണേന്ന് വെച്ചാൽ, March 7th അവളുടെ എക്സാം തീരുന്നത്. അപ്പോൾ ഈ March 7th വരെ ഞാൻ ഷോപ്പ് ക്ലോസ് ചെയ്യാൻ പാടില്ല, വർക്കിംഗ് കണ്ടീഷനിൽ തന്നെ വെച്ചേക്കണം. ചെറിയ രീതിയിൽ ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ എനിക്ക് ഈ March 7th വരെയുള്ള പ്രോഗ്രാം. ഞാൻ അത് കഴിഞ്ഞിട്ട് ഫുൾ ഫ്ലെഡ്ജിൽ ഇറങ്ങും കേട്ടോ. അതുവരെ എൻ്റെ വർക്ക്സൊക്കെ നല്ല സ്ലോ ആയിരിക്കും കേട്ടോ. ഓക്കെ, ബൈ ഫ്രം ഐഷാസ്. ബൈ.